നമസ്കാരം. പീറ്റ് ഹെഗ്സത്ത് ചൊവ്വാഴ്ച പെന്റഗണിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പ്രസ്താവന ലോകത്തിന്റെ ശ്രദ്ധ വീണ്ടും മധ്യപൂർവേഷ്യയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ 11ാം ദിവസത്തിൽ തന്നെ അമേരിക്കൻ ആക്രമണങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിൽ ശക്തമാകുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇറാൻ വളരെ കുറച്ച് മിസൈലുകൾ മാത്രമാണ് പ്രയോഗിച്ചതെന്നും അതിലൂടെ അമേരിക്കൻ ആക്രമണങ്ങളുടെ സമ്മർദ്ദം ഇറാനെ പ്രതിരോധ നിലയിലേക്ക് തള്ളിയിട്ടിരിക്കാമെന്നുമാണ് US വിലയിരുത്തൽ. എന്നാൽ ഈ അവസ്ഥയെ യുദ്ധത്തിന്റെ അവസാന ഘട്ടമെന്നല്ല, മറിച്ച് കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾക്ക് മുന്നോടിയാണ് എന്നാണ് അമേരിക്ക കാണുന്നത്. പെന്റഗൺ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇറാന്റെ സൈനിക ശേഷിയും മിസൈൽ സംവിധാനങ്ങളും തകർക്കുകയാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യമെന്നാണ്. അതിനായി വ്യോമാക്രമണങ്ങൾ, കൃത്യമായ മിസൈൽ ആക്രമണങ്ങൾ, സൈബർ ഓപ്പറേഷനുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു സൈനിക പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇറാനെ പൂർണ്ണമായി പരാജയപ്പെടുത്തുന്നതുവരെ US പിന്നോട്ടില്ല എന്ന ഹെഗ്സത്തിന്റെ പ്രസ്താവന ഈ യുദ്ധം ഇനിയും നീണ്ടു നിൽക്കാനിടയുണ്ട് എന്ന ആശങ്കയെ കൂടുതൽ ശക്തമാക്കുകയാണ്. ഇതിനിടെ മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ സാഹചര്യം ദിനംപ്രതി കൂടുതൽ ഗുരുതരമാവുകയാണ്. എണ്ണ വിപണികളിലും ആഗോള രാഷ്ട്രീയ രംഗത്തും ഈ യുദ്ധം വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചു കഴിഞ്ഞു. ലോകത്തിലെ ശക്തരായ രാജ്യങ്ങൾ ഈ സംഘർഷത്തെ എങ്ങനെ വിലയിരുത്തുകയും പ്രതികരിക്കുകയും ചെയ്യുമെന്നത് ഇനി നിർണായകമാണ്. USന്റെ കടുത്ത മുന്നറിയിപ്പുകളും ഇറാന്റെ പ്രതികരണങ്ങളും തമ്മിലുള്ള ഈ കടുത്ത സംഘർഷം ഒരു പ്രാദേശിക യുദ്ധത്തിൽ നിന്ന് വലിയ അന്താരാഷ്ട്ര പ്രതിസന്ധിയിലേക്ക് മാറുമോ എന്ന ചോദ്യമാണ് ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്നത്. ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുന്നതിൽ US സൈനികർ വിജയിച്ചതായി ഹെഗ്സത്ത് പറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇറാൻ ഏറ്റവും കുറഞ്ഞ എണ്ണം മിസൈലുകളാണ് തൊടുത്തതെന്നും അമേരിക്കൻ സൈന്യം ഇറാനെ ദുർബലപ്പെടുത്തുന്നതിൽ വിജയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനുമായുള്ള യുദ്ധത്തിൽ US നിർണായക വിജയത്തിന്റെ വക്കിലാണെന്നും ട്രംപ് നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ ഉടനെ പൂർത്തിയാകുമെന്നുമാണ് ഹെഗ്സത്തിന്റെ വാദം. ഈ യുദ്ധത്തിൽ US സൈന്യം ഇറാനെ ദുർബലമാക്കിയെന്നും അതിന്റെ ഫലമായി ഇറാനിയൻ അധികാരികൾ നിസ്സഹായരായ നിരപരാധികളുടെ ജീവൻ ലക്ഷ്യമിടുകയാണെന്നും ഹെഗ്സത്ത് ആരോപിച്ചു. ആശുപത്രികളും സ്കൂളുകളും മിസൈലുകൾ തൊടുക്കാനും സാധാരണക്കാരുടെ ജീവൻ ലക്ഷ്യമിടാനും ഇറാൻ ഉപയോഗിക്കുന്നതായി ഹെഗ്സത്ത് ആരോപിച്ചു. ഇറാൻ നാവികസേന, ആണവ സംവിധാനങ്ങൾ, മിസൈൽ ശേഖരങ്ങൾ, ലോഞ്ചറുകൾ, ഇറാനിയൻ പ്രതിരോധത്തിന്റെ വ്യാവസായിക അടിത്തറ എന്നിവയുടെ നാശം ഉൾപ്പെടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ US പ്രതിജ്ഞാബദ്ധമാണെന്നും ഹെഗ്സത്ത് പറഞ്ഞു. ഇറാന്റെ ആണവായുധങ്ങൾ എന്നേക്കുമായി നശിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ ജനതയെ ഏകാധിപത്യത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു. എന്നാൽ തിങ്കളാഴ്ച, അതായത് മാർച്ച് 9-ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അധികം നാൾ തുടരില്ല എന്ന സൂചനകൾ നൽകിയിരുന്നു. ഇതിനകം തന്നെ അസ്ഥിരമായ ആഗോള സാമ്പത്തിക രംഗത്തും ഇന്ധന വിപണിയിലും വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് ട്രംപിന്റെ സൂചനകൾ കാരണമായി. ഇറാൻ വെടിനിർത്തലിന് ശ്രമിച്ചുവെന്ന റിപ്പോർട്ടുകൾ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖലീബഫ് നിഷേധിച്ചു. ഹോർമോസ് കടലിടുക്ക് വഴി എണ്ണ നീക്കം തടഞ്ഞാൽ ഇറാനെ 20 മടങ്ങ് ശക്തമായി ആക്രമിക്കുമെന്ന ട്രംപിന്റെ അവകാശവാദത്തിന് മറുപടിയായി ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അലി ലാരിജാനി ട്രംപിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അമേരിക്കയുടെ കടുത്ത നിലപാടും ഇറാന്റെ പ്രതിരോധ ശ്രമങ്ങളും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ എപ്പോൾ അവസാനിക്കുമെന്നത് വ്യക്തമല്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ യുദ്ധം ഇപ്പോൾ മധ്യപൂർവേഷ്യയുടെ മാത്രമല്ല, ലോക രാഷ്ട്രീയത്തിന്റെ തന്നെ ഭാവിയെ സ്വാധീനിക്കുന്ന നിർണായക സംഘർഷമായി മാറിയിരിക്കുകയാണ്.